ഒരു ബിസിനസ് അതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ടുള്ളൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് ആണ്. അതേപോലെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഇനിഷ്യൽ ടൈമിൽ സെയിൽസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്തൊരു വലിയ മണ്ടത്തരമാണ് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. എംപ്ലോയീസിനെ ഹയർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് സാലറി പോലും കൊടുക്കാനുള്ള റവന്യൂ പോലും ഉണ്ടാക്കാൻ പറ്റാതാണ് പല ബിസിനസ് ഓണേഴ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് അങ്കിത് രമേഷ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഓൾസോ ദിസ് ഈസ് മൊഡ്യൂൾ 3 ഓഫ് ഏജൻസി ഫെർട്ടിലൈസർ സീരീസ്. എൻ്റെ ഒരു 3 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസിൽ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു ടേം ഉണ്ട്. അതായത് മാർക്കറ്റിംഗ് ഇസ് ഇക്വൽ ടു എംപ്ലോയി ഓർ എംപ്ലോയി ഇസ് ഇക്വൽ ടു മാർക്കറ്റിംഗ്. ഓക്കെ, നിങ്ങൾ രണ്ട് സൈഡ് ഇമാജിൻ ചെയ്യുക. അതിനകത്ത് ഒരു സൈഡിൽ നമ്മൾ മാർക്കറ്റിംഗ് വെക്കുന്നു, അതുപോലെ ഇങ്ങേ സൈഡിൽ നമ്മൾ എംപ്ലോയീസിനെ വെക്കുന്നു. സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ മാർക്കറ്റിങ്ങിനായിട്ട് ഒരുപാട് പൈസ മുടക്കുക, നല്ല അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ ഏൽപ്പിച്ച് അവർ വലിയ വലിയ കണ്ടൻസ് ഒക്കെ ചെയ്ത് ഒരുപാട് സെയിൽസ് വരികയാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ, കമ്പനി രക്ഷപ്പെട്ടു, ഒരുപാട് സെയിൽസ് ഒക്കെ വന്നല്ലോ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിങ്ങിന് നമ്മൾ ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ എംപ്ലോയീസ് വീക്കാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒത്തിരി സെയിൽസ് വരുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് സെയിൽസ് വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ എംപ്ലോയീസ് എഫിഷ്യൻ്റ് അല്ല, എഫക്റ്റീവ് അല്ല, വരുന്ന പ്രൊജക്റ്റ് പ്രോപ്പറായിട്ടല്ല ക്ലിയർ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലയൻസിന് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിന് പൈസ മുടക്കിയിട്ട് കാര്യമുണ്ടോ? ഇതേപോലെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ എംപ്ലോയീസ് നല്ല എഫിഷ്യൻ്റ് ആണ്, നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, വർക്ക് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്, പക്ഷേ നമ്മൾ മാർക്കറ്റിങ്ങിന് പൈസ മുടക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിംഗ് ടീമുണ്ട്, പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് മാർക്കറ്റിംഗ് ഡൗൺ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നില്ല. സോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിങ്ങും അതുപോലെ നമ്മുടെ എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യലും ഓൾമോസ്റ്റ് ഈക്വലി നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും പോക്കായിരിക്കും. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡൗൺ ആണ്, എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് നല്ല ഹൈ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് പക്ഷെ പോരാന്നുണ്ടെങ്കിൽ അവിടെയും കാര്യമില്ല. സോ ഈ ഒരു രണ്ട് ടേം അല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾ ഈക്വലി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലിലോട്ട് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇതൊരു കീ പോയിൻ്റായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. സോ ഇതെല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. സോ ഇനി നമുക്ക് ഹയറിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ ഹയറിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന മാർക്കറ്റ് എന്തുമാത്രം പൊട്ടൻഷ്യലുള്ള മാർക്കറ്റാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മാർക്കറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു 2-3 കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഫ്രണ്ട്സാണ്. സോ അവരൊക്കെ പല ആൾക്കാരും ഒരു ബിസിനസ് മോഡൽ കിട്ടി, അതിനകത്ത് ഇഷ്ടപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, ഈ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അവരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർക്ക് ബിസിനസ്സിനകത്തുള്ള മെയിൻ ടേംസോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് കസ്റ്റമറിനെ ഡീൽ ചെയ്യേണ്ടതിലോ ക്ലയൻറ്റ് അക്വിസിഷൻ, ഇങ്ങനെയുള്ള യാതൊരു കാര്യം ഇവർക്ക് വരുന്ന ക്ലയൻറ്റിനൊന്നും പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്ത് ഇവർക്ക് തിരിച്ചുവിടാൻ പറ്റുന്നില്ല. സോ ഇനിയൊരു പ്രശ്നം നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കതിനെപ്പറ്റിയുള്ളൊരു പ്രോപ്പർ A to Z കാര്യം നമ്മളാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ബിസിനസ്സാണ്. സോ അതിനെപ്പറ്റിയുള്ള A to Z കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മളൊരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് വലിയ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നല്ല ഓഫീസും ഒക്കെ എടുത്തിട്ട് AC-യും വെച്ച് നല്ലപോലെ പൈസ മുടക്കി ഇൻറ്റീരിയർ വർക്കും ഒക്കെ ചെയ്തിട്ട് 2, 3, 4, 5 എംപ്ലോയീസിനെ എടുത്ത് വയ്ക്കും. ലാസ്റ്റ് സെയിലില്ല, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് റൺ ആവത്തില്ല, പ്രോപ്പറായിട്ടുള്ള റവന്യൂ ഇല്ല, ലാസ്റ്റ് എംപ്ലോയീസിന് പൈസ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സാലറി കൊടുക്കുക, അതും ഇല്ല, എംപ്ലോയീസ് ഇറങ്ങിപ്പോവും, ഒന്നെങ്കിൽ ആ വഴിക്ക് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടും. സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. സോ അതിന് മുന്നേ നമ്മൾ ഷോ ഓഫ് ചെയ്യണം, പക്ഷേ ഷോ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം റവന്യൂ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് മുന്നേ നമ്മൾ ഇമാതിരി പരിപാടിക്കകത്ത് ചാടിക്കയറി ഇറങ്ങല്ലേ, 5-6 എംപ്ലോയീസിനെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് എടുത്താൽ പൊങ്ങാത്ത വെയിറ്റും കൊണ്ട് പോകരുത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു കണക്ക് കാണും, ഇത്ര എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, ഇത്ര എംപ്ലോയീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസത്തിനകത്ത് നമുക്ക് ഇത്ര റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡീലായി പോകും, എല്ലാം ടാലി ആവും, നമുക്ക് ഇത്ര ലക്ഷം രൂപ കയ്യിൽ പ്രോഫിറ്റ് കിട്ടും. സോ ഈ ഒരു കണക്ക് ഭയങ്കര, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുഴപ്പത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് എനിക്കും ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്. നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലപോലെ ഫണ്ട് റോൾ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് ബിസിനസ്സിൽ നിന്ന് ഫണ്ട് വരുമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലയൻറ്റിനെയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു പ്രോഫിറ്റ് വരുമല്ലോ, അതിൽ നിന്ന് ടാലി ആവുമല്ലോ. പക്ഷേ പ്രോഫിറ്റും വരത്തില്ല, ക്ലയൻറ്റും വരത്തില്ല, ഒരു കാര്യമില്ല, സെയിലും ക്ലോസ് ആവത്തില്ല. സോ അങ്ങനെയുള്ളൊരു മണ്ടത്തരത്തിലേക്ക് ചെല്ലരുത്. സോ ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ശ്രദ്ധിക്കണം. സോ ഹയറിങ്ങിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം,
MNCകൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഇപ്പോൾ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം തള്ളിയേക്കാണ്. അതായത് ഡിഗ്രി, ഇത് ചെയ്ത കോഴ്സ്, കംപ്ലീറ്റ് ചെയ്ത കോഴ്സ്, ഈ സാധനങ്ങളെല്ലാം, അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ അടക്കം ഈ ഒരു സംഭവങ്ങളൊക്കെ തള്ളിയിരിക്കുകയാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല ആർക്കും ഇപ്പോൾ ജോലി കൊടുക്കുന്നത്. കാരണം ഞാൻ പറയാം, നിങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് ജോലി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഹയറിങ്ങിനായിട്ട് ആൾക്കാരെ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്കായിട്ട് ആളെ കിട്ടാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തർ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നീഡാണ്. സോ ഒരു കാരണവശാലും ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ ക്വാളിഫിക്കേഷൻ്റെ ബേസിസിൽ ഹയർ ചെയ്യരുത്. ക്വാളിഫിക്കേഷൻ്റെ ബേസിസിൽ വേണമെങ്കിൽ ഹയർ ചെയ്യാം നിങ്ങൾക്ക്, പക്ഷെ അതൊരു 3, 4, 5-മത്തെയോ ഫാക്ടറായിട്ട് മാത്രമേ വയ്ക്കാവൂ. ഇനിഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എംപ്ലോയി എന്തുമാത്രം സ്കിൽഡ് ആണെന്നുള്ളൊരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഹയറിങ്ങിന് വരുന്നൊരു ആൾ എന്തുമാത്രം സ്കിൽഡ് ആണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സെയിൽസിലോട്ടാണ് ഒരാളെ എടുക്കുന്നത്, മിനിമം ഒരു 2-3 ഇയേഴ്സിൻ്റെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ട്. അന്നേരം തന്നെ നമുക്ക് മനസ്സിലാവും സെയിൽസ് അത്യാവശ്യം ചെയ്ത് പഠിച്ചിട്ടുള്ള. അപ്പം നമ്മുടേതായിട്ടുള്ള സെയിൽസ് സ്ട്രാറ്റജീസ് മാത്രം ഇനി പറഞ്ഞു കൊടുത്താൽ മതി. അവർക്കത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്ത് അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ എഡിറ്ററിനെ ഹയർ ചെയ്യുകയാണ്, ആ വീഡിയോ എഡിറ്റർ ഒരു 2-3 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് റെസ്യൂമും കൊണ്ട് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലാണ് വന്നേക്കുന്നത്. ഞാൻ എന്തിൻ്റെ ബേസിസിൽ ഞാനൊരു വലിയ പ്രൊജക്റ്റ് ഈ ഒരു വീഡിയോ എഡിറ്ററിനെ ഏൽപ്പിക്കും. പക്ഷേ ഇയാൾ സ്കിൽഡ് ആണ്, ഒരു മിനിമം ഒരു 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല നല്ല പോർട്ട്ഫോളിയോസ് ഉണ്ട്, ചെയ്ത വർക്കുകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഓൾറെഡി നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണ്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് പറ്റുന്ന പണിയാണ്, നമുക്ക് ധൈര്യമായിട്ടൊരു പ്രൊജക്റ്റ് എടുത്ത് ഏൽപ്പിക്കാൻ പറ്റും. സോ ഇതാണ് സ്കില്ല് വെച്ച് നിങ്ങൾ ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പം ഏറ്റവും വലിയൊരു ഗുണം. സ്കില്ലിൻ്റെ ഫാക്ടർ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2-മത്തെ ഫാക്ടറാണ് ആ ആൾ വരുന്ന പൊസിഷനിൽ പാഷനേറ്റ് ആണോ എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോ എഡിറ്റേഴ്സ് വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ ചില വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഏത് പൊസിഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, സെയിൽസിൽ തന്നെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ സെയിൽസിലെ ഞാൻ വർക്ക് ചെയ്യൂ, എനിക്ക് സെയിൽസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാൻ നല്ല പാടാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്ര മടി പിടിച്ചിട്ടായാലും അവർ ആ വർക്ക് ചെയ്തിരിക്കും. കാരണം അവർ പാഷനേറ്റ് ആണ്, അവർക്കത് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോലിയാണ്, അതുകൊണ്ട് അവർ എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരാളെ കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൊജക്റ്റും രണ്ടും കൽപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്തൊരു ഡൗൺ സൈഡ് വന്നാലും അവർ പാഷൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരും നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി മാർക്കറ്റിംഗ് ഏജൻസി ഓണേഴ്സ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഈവൻ സെയിൽസിൽ പോലും ഹയർ ചെയ്യാവൂ. സോ ഏജൻസി ഓണേഴ്സിന് മറ്റൊരു പോസിബിലിറ്റി പറഞ്ഞുതരാം ഹയർ ചെയ്യാൻ നേരം. അതായത് ഇനിഷ്യലി ആരുടെ കയ്യിലും ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, വലിയ സാലറി എമൗണ്ടിനൊന്നും ഹയർ ചെയ്യാനായിട്ട്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഫ്രീലാൻസേഴ്സ് എന്നുള്ള ഓൾറെഡി എല്ലാവർക്കും അറിയാനായിരുന്നു തന്നെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആളെ നമ്മൾ ഹയർ ചെയ്ത് വെക്കുകയാണ്, പക്ഷേ ഒരു ഫ്രീലാൻസറായിട്ട് മാത്രം. അതായത് നമ്മൾ പീസ് റേറ്റ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ. അതായത് വർക്ക് ചെയ്യുമ്പം ആ വർക്കിനുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കും. മനസ്സിലായി? ഇപ്പം ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസി ഓണറിൽ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. എനിക്ക് അറിയാവുന്നൊരു സ്കില്ല് ഗ്രാഫിക് ഡിസൈനിങ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു വീഡിയോ എഡിറ്ററിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹയർ ചെയ്ത ഒരാളെ വെച്ചിരിക്കും. സോ എനിക്കൊരു വീഡിയോ എഡിറ്റിംഗ് പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ആ ഒരു പ്രൊജക്റ്റ് ഞാൻ ഇവന് കൊടുക്കും, അതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എഡിറ്ററിന് കൊടുക്കും. സോ അത് ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഞാനിത് ക്ലയൻറ്റിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തു. ക്ലയൻറ്റ് പൈസ തരുന്ന സമയത്ത് മാത്രമേ എനിക്ക് അവന് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. സോ ഇതാണ് വീഡിയോ അല്ലെങ്കിൽ ഫ്രീലാൻസറിനെ ഹയർ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറയാം. നിങ്ങൾക്ക് അല്ലാത്ത സമയം നിങ്ങൾക്ക് വർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഫ്രീലാൻസേഴ്സിനെ ഇനിഷ്യൽ ടൈമിൽ നിങ്ങൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇനിഷ്യലി പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസേഴ്സിനെ മാത്രം ഹയർ ചെയ്യുക. അതേപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് സെയിൽസ് കൂടാനായിട്ട്, കമ്പനിയിൽ സെയിൽസ് നടക്കുന്നില്ല, അതുകൊണ്ട് സെയിൽസ് കൂടാനായിട്ട് വലിയ സെയിൽസ് ടീമിനെയൊക്കെ ഹയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ഇനിഷ്യൽ സ്റ്റേജിലെ വലിയ സെയിൽസ് ടീമിനെയൊക്കെ ഹയർ ചെയ്യാനായിട്ട് നടക്കുന്ന ആൾക്കാർ, പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തേക്കുക. കാരണം അതൊന്നും വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര വലിയ സെയിൽസ് ടീമിനെ കൊണ്ടുവന്നു പറഞ്ഞാലും നിങ്ങളുടെ ബേസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. സെയിൽസ് ടീമിനെ ഹയർ ചെയ്ത് നിങ്ങൾ സെയിൽസ് ടീമിനെ ഹയർ ചെയ്യും. സെയിൽസ് ടീമിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഇവർ ഈ വരുന്ന എൻക്വയറി അല്ലെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിനെ കാണിക്കാൻ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ഇല്ല, നിങ്ങളുടെ ടീമിൻ്റെ വർക്കില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് പ്രോപ്പറല്ല, നിങ്ങൾക്ക് ടൈം പങ്ക്ച്വാലിറ്റി ഇല്ല, ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളില്ല. നിങ്ങളുടെ ബേസ് നിങ്ങളില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് കുറേ
എൻക്വയറി വന്നു കഴിഞ്ഞാൽ അതെല്ലാം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വെറുതെ സെയിൽസിൽ കുറേ ആൾക്കാരെ ഇരുത്തി ഡെയിലി വിളിപ്പിക്കുകയോ കോൾഡ് കോളോ കോൾഡ് DMസോ കോൾഡ് ഇമെയിലിങ്ങോ ചെയ്യിപ്പിക്കാന്നേ ഉള്ളൂ. അത് വേസ്റ്റ് ആവും. നിങ്ങൾ അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഇപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തേക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് വളരെ വലിയൊരു കീ പോയിൻ്റാണ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ അണ്ടറിൽ മാത്രമേ എംപ്ലോയീസിനെ ഹയർ ചെയ്യാവൂ. ക്വാളിഫിക്കേഷൻ അണ്ടറിൽ ഹയർ ചെയ്യരുത്. ലാസ്റ്റ് ഒന്നുമില്ലാതായി പോകും. ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ അയാൾ സാലറി ചോദിച്ചു വരും, സാലറി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ റവന്യൂ കാണത്തില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏജൻസി ഫെർട്ടിലൈസർ സീരീസിൻ്റെ 3rd മൊഡ്യൂളാണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ സംസാരിക്കാണ്ട് ഒരു ബിസിനസ് 0 to ഹീറോ എന്നുള്ള ലെവലിലേക്ക് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാം എന്നുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 10 മൊഡ്യൂൾസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 3rd മൊഡ്യൂൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. സോ see you guys in the next module.